ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് നമ്മുടെ വാർത്തകളിൽ ഇപ്പോൾ ഇടം പിടിച്ചു നിൽക്കുന്ന സിന്ധു നദീജല കരാറിനെ കുറിച്ചാണ്. നമ്മൾ ഇപ്പോൾ അടുത്തിടെ പഹൽഗാമിലുണ്ടായ അറ്റാക്കിനെ തുടർന്ന് ഇന്ത്യ ആ ഒരു സിന്ധു നദീജല കരാറ് മരവിപ്പിച്ചിരിക്കുകയാണ്. എന്താണ് സത്യത്തിൽ സിന്ധു നദീജല കരാറ്? നമുക്ക് പരിശോധിക്കാം. 1960 സെപ്റ്റംബർ 19 നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റുവും അതുപോലെ തന്നെ പാകിസ്ഥാന്റെ പ്രസിഡന്റായിട്ടുള്ള അയൂബ് ഖാനും ചേർന്നിട്ട് ഒപ്പുവെച്ച ഒരു നദീജല കരാറാണ് ഈ പറഞ്ഞ സിന്ധു നദീജല കരാർ. നമ്മുടെ ലോക ബാങ്കിന്റെ മധ്യസ്ഥതയിലാണ് ഈ ഒരു സിന്ധു നദീജല കരാർ ഒപ്പിടുന്നത്. അപ്പോൾ അവരാണ് ഈ ഒരു കരാറിന് മധ്യസ്ഥത വഹിച്ചത്, ലോക ബാങ്ക്. എന്താണ് കരാർ എന്ന് ചോദിച്ചാൽ, കിഴക്കോട്ടൊഴുകുന്ന നദികളായിട്ടുള്ള രവി, അതുപോലെ തന്നെ സത്ലജ്, ബിയാസ്, ഈ 3 നദികളുടെ കൺട്രോൾ മുഴുവനായിട്ട് ഇന്ത്യക്കും, അതുപോലെ തന്നെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളായിട്ടുള്ള നമ്മുടെ സിന്ധു, അതുപോലെ തന്നെ ചിനാബ്, ജലം, ഇവയുടെ പൂർണ്ണമായിട്ടുള്ള കൺട്രോൾ പാകിസ്ഥാനും കൈമാറുകയാണ്. ഇതാണ് സത്യത്തില് എന്തെന്ന് പറയുന്നത് സിന്ധു നദീജല കരാർ. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, സിന്ധു നദിയിലെ 80% വെള്ളവും പാകിസ്ഥാനാണ് അവകാശപ്പെട്ടത്. ബാക്കി 20% വെള്ളം മാത്രമേ ഇന്ത്യക്ക് അവകാശമുള്ളൂ. അപ്പോൾ ഇതാണ് ഈ ഒരു കരാറിലെ ഏറ്റവും വലിയൊരു ഭാഗം എന്ന് പറയുന്നത്. ഈ ഒരു കരാർ വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പാകിസ്ഥാന്റെ ഭയമാണ്. അതായത് ഇന്ത്യയുമായിട്ടൊരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ഈ ഒരു സിന്ധു നദിയിലെ ജലം ഇന്ത്യ ഡൈവേർട്ട് ചെയ്ത് വിടുകയാണെങ്കിൽ പാകിസ്ഥാനിൽ അത് വലിയൊരു വരൾച്ചയിലേക്കും തുടർന്ന് അതൊരു പട്ടിണിയിലേക്കും നയിക്കും. അപ്പോൾ ആ ഒരു ഭയത്തെ തുടർന്നാണ് ഈ ഒരു സിന്ധു നദീജല കരാർ പാകിസ്ഥാൻ കൊണ്ടുവരുന്നത്. അതായത് പാകിസ്ഥാൻ കൊണ്ടുവരുന്നത് എന്ന് വെച്ചാൽ ഇന്ത്യയുമായിട്ട് ചർച്ച നടത്തി ഈ ഒരു കരാറിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏകദേശം 65 വർഷമായി, ഈ 2025 ആകുമ്പോഴേക്ക് 65 വർഷമായിട്ട് ഈ ഒരു കരാറിന് ഒരു തരത്തിലുള്ള കോട്ടവും സംഭവിച്ചിട്ടില്ല. എന്നാൽ ഈ പാകിസ്ഥാന്റെ കയ്യിലിരിപ്പ് കാരണമാണ് ഇപ്പോൾ ഈ ഒരു സിന്ധു നദീജല കരാറ് മരവിപ്പിച്ചിരിക്കുന്നത്. അതിന് തിരിച്ചടി എന്നോണം പാകിസ്ഥാൻ ഇപ്പോൾ അവിടെ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഷിംല കരാറൊക്കെ റദ്ദാക്കും എന്നുള്ള ഭീഷണിയിലാണ് പാകിസ്ഥാൻ അവിടെ നിൽക്കുന്നത്. അതൊക്കെ റദ്ദാക്കിയാൽ ഇന്ത്യക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ പാകിസ്ഥാന്റെ നിലപാട് എന്ത് തന്നെയായാലും ഇന്ത്യയുടെ സ്റ്റാൻഡിൽ തന്നെ നിൽക്കും. ഓക്കെ, അപ്പോൾ എന്താണ് ഈ പറയുന്ന സിന്ധു നദീജല കരാർ എന്നും എന്തിനാണ് ഇത് കൊണ്ടുവന്നത് എന്നുള്ള കാര്യം എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായല്ലോ.